നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ രേവതിക്കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അവളോട് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞേക്കാണല്ലോ ഗ്രേസമ്മ. അവിടെ ഇരുന്നിട്ട് അവളിങ്ങനെ കരയുക കേട്ടോ. നീ എന്താ കരയാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത് എന്നോട് ഇത്രയും ഇഷ്ടം കാണിക്കണ്ട എന്ന് പറയാം കേട്ടോ. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സങ്കടം വന്നിട്ടാണ് പറയണത്. അതിന് ആര് നിന്നോട് ഇഷ്ടം കാണിച്ചു? നിന്നോട് ദേഷ്യപ്പെട്ടതല്ലേ, നിന്നെ ചീത്ത പറഞ്ഞതല്ലേ എന്ന് പറയാട്ടോ. അല്ല, എനിക്കറിയാം എന്ന് പറയാട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, മര്യാദക്ക് അവിടെ ഇരുന്നിട്ട് 12 ചപ്പാത്തി കഴിച്ചോളണമെന്ന് പറയാട്ടോ ദേഷ്യപ്പെടുന്ന രീതിയിൽ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല ഞാൻ കഴിക്കില്ല. കഴിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിക്കില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അവളുടെ സംസാരം കേട്ടിട്ട് മാമച്ചായനും ചിരി വരികയാണ്. അപ്പം രേവതിക്കുട്ടി വീണ്ടും ഗ്രേസമ്മയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ആ ചിരി മാറ്റിയിട്ട് എന്താടി ഇളിക്കുന്നേ, ഒന്നുമില്ല അവളുടെ ഒരു ഇളി കണ്ടില്ലേ എന്നും പറഞ്ഞ് കളിയാക്കുക കേട്ടോ രേവതിക്കുട്ടീനെ. രേവതിക്കുട്ടി അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് അവിടെ ഭക്ഷണം കഴിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചിന്നുമോളെ കേട്ടോ. ചിന്നുമോൾ ഇങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. രേവതിക്കുട്ടി ചിന്നുവിന് ഭക്ഷണം വാരി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചിന്നുമോൾക്ക് തോന്നുകയാണ് രേവതിക്കുട്ടി വിളിക്കുന്നത് പോലെ, ചിന്നുമോളെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പം ചിന്നുമോൾ പെട്ടെന്ന് ചാടി വന്നിട്ട് ദേ ഞാൻ ഇവിടെയുണ്ട്, ചിന്നുമോൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ. രേവേൻ്റെ എവിടെയാണ്, ഞാൻ ദേ ചിന്നുമോൾ ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയാണ്. പെട്ടെന്ന് നോക്കുമ്പം ഗേറ്റിനടുത്തൂടെ ഒരു പെൺകുട്ടി നടന്നു പോവാട്ടോ. അത് രേവതിക്കുട്ടിയായിട്ട് തോന്നുകയാണ് ചിന്നുമോൾക്ക്. രേവേൻ്റെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുക കേട്ടോ. ഗേറ്റിനടുത്തേക്ക് പുറത്തേക്ക് റോഡിലേക്ക് ഓടുകയാണ്. ആ സമയത്താണ് ഷേർലി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ, ചിന്നുമോളെ നോക്കുന്നത്. അപ്പോൾ ചിന്നുമോൾ അങ്ങോട്ട് ഓടിപ്പോകുന്നത് കാണുകയാണ്. ചിന്നുമോളേന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ചിന്നുമോൾ വീണ്ടും ഓടുക കേട്ടോ. ഷേർലി പുറകെ ഓടുന്നുണ്ട്. അതേസമയം സിസ്റ്ററും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കുട്ടികളെയൊക്കെ. അപ്പം ചിന്നുമോളെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ റോട്ടിലോട്ട് നോക്കുമ്പോൾ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ ഷേർലി ഓടിപ്പോണത് കാണുകയാണ്. എൻ്റെ ദൈവമേ, ഇത് എപ്പം ഇറങ്ങിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ടെൻഷനായി നിൽക്കുക കേട്ടോ സിസ്റ്റർ. അങ്ങനെ ചിന്നുമോളാണെങ്കിൽ റോഡിലേക്ക് ഓടിപ്പോവുക കേട്ടോ. അങ്ങനെ ഓടിപ്പോയി പെട്ടെന്നൊരു ആ പെൺകുട്ടിയുടെ പുറകെയാണ് പോണത്. പക്ഷേ ആ പെൺകുട്ടിയുടെ അടുത്തൊക്കെ ഒന്നും എത്തുന്നില്ല. അപ്പോഴേക്കും ഒരു ലോറി വരികയാണ്. വന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് അയാൾ ബ്രേക്ക് പിടിച്ചത് കാരണം ഒന്നും പറ്റുന്നില്ല. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയില്ല എന്ന് പറയാട്ടോ ആളുകളൊക്കെ. അങ്ങനെ ആ വണ്ടിയിലുണ്ടായിരുന്ന ആളോട് ആൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോവാൻ ചോദിക്കുക കേട്ടോ. എന്നെ കൂടി കൊണ്ടുപോകാൻ ചോദിക്കുക കേട്ടോ ചിന്നുമോള്. എങ്ങോട്ട് പോവാം, മമ്മിയെ കാണാനാന്ന് പറയാട്ടോ ചിന്നുമോള്. അപ്പോൾ രവ്യാൻ്റെ അലീനേൻ്റെ ഒക്കെ കാണാനാണ്, അവരുടെ അടുത്തേക്ക് പോകാനാണെന്നൊക്കെ പറയാണ് ചിന്നുമോള്. അപ്പോഴേക്ക് ഷേർലി ഓടി വന്ന് മോളേന്നും പറഞ്ഞിട്ട് ചിന്നുമോളെ എടുക്കുകയാണ്. പിന്നെ ആ ലോറിയൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ ചിന്നുമോളെയും കൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരിക കേട്ടോ ഷേർലി. അപ്പം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എവിടെ വരെ പോയി ചോദിക്കുമ്പോൾ ആ റോഡ് വരെ പോയി എന്ന് പറയണം. അങ്ങനെ ചിന്നുമോളെ എടുത്തുകൊണ്ട് സിസ്റ്റർ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നതാട്ടോ. ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണ് വിളിക്കുന്നത്. ഇത് എറണാകുളത്തെ പാലാരിവട്ടത്തുള്ള മാമച്ചായൻ്റെ വീടല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ അവിടെ രേവതിക്കുട്ടിയെ കൊണ്ടുവന്നാക്കിയില്ലേ, അലീനയാണെന്ന് പറയാം. മനസ്സിലായി പറയണം. അപ്പോൾ രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാട്ടോ ഗ്രേസമ്മ. ഇപ്പം തന്നെ കൊടുക്കണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. കൊച്ചമ്മ അന്ന് രേവതിക്കുട്ടീനെ കൊണ്ടുപോയത് അത്ര ഇഷ്ടമില്ലാതെയാണല്ലോ. അവളെപ്പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെ തിരിച്ച് ഏൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നെ കൊച്ചമ്മ വല്യമ്മ എന്നൊന്നും വിളിക്കണ്ട, ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിച്ചാൽ മതി പറയാട്ടോ ഗ്രേസമ്മ. സോറി ആൻറ്റി എന്ന് പറയണം. അപ്പോൾ അലീനെ അങ്ങനെ സോറി ആൻറ്റി എന്ന് വിളിച്ചപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ അവൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അവളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ ആൻറ്റി, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ അതിനൊക്കെയല്ലേ ഞങ്ങളിവിടെ ഉള്ളത് എന്ന് പറയണേ ഗ്രേസമ്മ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അവൾ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യിക്കാനല്ല അവളെ ഞങ്ങളിവിടെ നിർത്തിയേക്കുന്നത്, ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാന്ന് പറയാട്ടോ. ഇത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണേ. ആൻറ്റിക്ക് തൃപ്തി ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയാട്ടോ ചോദിക്കാട്ടോ അലീന. ഗ്രേസമ്മ പറയുന്നുണ്ട് എനിക്കൊരു തൃപ്തിക്കുറവില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കാട്ടോ. എൻ്റെ കാര്യം എന്ത്? നിൻ്റെ കാര്യം നിനക്ക് അവിടെ എങ്ങനെയാണ്, നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ ജോലി ഭാരം കൂടുതലാണോ, അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നിന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ഓർത്താണ് രേവതിക്കുട്ടിയുടെ വേവലാതി എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ചിരിക്കുകയാണ്. എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, ഒരുപാട് ജോലി ഭാരമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അലീന. എന്നാൽ ഞാൻ രേവതിക്കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയെ വിളിക്കട്ടോ ഗ്രേസമ്മ.
അങ്ങനെ ഗ്രേസമ്മ ഫോണിലൂടെ തന്നെ ഇങ്ങനെ രവതിക്കുട്ടി രവതി എന്ന് ഇങ്ങനെ വിളിക്കുന്ന കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ഇതിനിടയ്ക്ക് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ ഈ ഫോൺ ഇല്ലായിരുന്നോ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയട്ടോ. ഈ ഫോൺ ഓഫായി കിടക്കായിരുന്നു, ഇപ്പോഴാണ് ഇത് ശരിയാക്കിയത്, ചാർജ് കയറ്റിയത് എന്ന് പറയാണ് അലീന. ആ സമയത്ത് രവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ആരാന്ന് ചോദിക്കും. നോക്ക്, ആരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോണ് രവതിക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഗ്രേസമ്മ. ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് ചോദിക്കുക കേട്ടോ രവതിക്കുട്ടി. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് രവതിക്കുട്ടിയുടെ സൗണ്ട് കേട്ടിട്ട്. ഹലോ മോളെ, ഇത് ഞാനാണ് അലീന ചേച്ചി എന്ന് പറയുമ്പോൾ, ഓ ചേച്ചി, അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, അവളിങ്ങനെ തുള്ളിച്ചാടുകൊണ്ട് ഫോണും കൈയും പിടിച്ചുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഗ്രേസമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ, എന്താന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ മെല്ലെ ചാട്ടൊക്കെ നിർത്തിയിട്ട് സോറി എന്ന് പറയാണ്. അങ്ങനെ ചേച്ചി എന്തൊക്കെയാണ് വിശേഷം, ഇത്രയും നാളെന്താ വിളിക്കാൻ എന്നൊക്കെ ചോദിക്കട്ടോ. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ രവതിക്കുട്ടിയോട് അലീന ചോദിക്കുന്നുണ്ട്, നിനക്ക് അവിടെ സുഖമാണോ മോളെ എന്ന് ചോദിക്കട്ടോ. എൻ്റെ പൊന്നു ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കണം, എനിക്കിവിടെ സ്വർഗം പോലെയാന്ന് പറയട്ടോ. അത് കേട്ടിട്ട് ഗ്രേസമ്മ ഇങ്ങനെ അവളെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചി, ഇവിടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇവിടെ ഞാൻ സെർവൻ്റ് ഒന്നും അല്ല ചേച്ചി, ഞാനിവിടെ ആരാന്ന് പോലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, എനിക്കിവിടെ അങ്ങനെ ജോലിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. എനിക്കത് കേട്ടാൽ മതി മോളെ എന്ന് പറയാട്ടോ. അപ്പോൾ ഗ്രേസമ്മ വന്നിട്ട് ഒരു നുള്ളു കൊടുത്തിട്ട്, നീ നിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ, അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഗ്രേസമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. അപ്പം ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെയാണ് അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രവതിക്കുട്ടി. അലീന പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഫോൺ ശരിയായത് മോളെ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ താമസിച്ചത്, ആദ്യത്തെ കോളാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല മോളെ, എല്ലാവരും ചേച്ചിയോട്ട് സ്നേഹത്തോടെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശിയൊന്നും എല്ലാം നോക്കിയിട്ട്, അതേ മോളെ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മുത്തശ്ശി അലീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോളെ അവർ നിനക്ക് തരുന്ന പരിഗണന ഒട്ടും കുറച്ച് കാണരുത്, ഒട്ടും അനുസരണക്കേട് കാണിക്കരുത്, അവർ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നിൽക്കണം, എപ്പോഴും നമ്മളൊരു അനാഥയാണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ എനിക്കറിയാം ചേച്ചി, എനിക്ക് ശരിക്കും പപ്പയും മമ്മിയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനിപ്പോൾ എന്ന് പറയാട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്, അവരുടെ ആ സ്നേഹവും പരിഗണനയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ട് അവരോട് നല്ല പോലെ നിൽക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. അവരുടെ മക്കളൊന്നും ഏതായാലും കൂടെയൊന്നും ഇല്ലല്ലോ, കുറച്ച് പ്രായമായവരും അല്ലേ, അപ്പം അവർ അതേ രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെ പറയാണ് രവതിക്കുട്ടി. ശരി ചേച്ചി, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയട്ടോ. എന്താ മോളെ ഞാൻ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. നമ്മുടെ ഫോണല്ലല്ലോ, അപ്പോൾ ഗ്രേസമ്മയുടെ ഫോണല്ലേ, അപ്പം മറ്റൊരാളുടെ ഫോണിലേക്കല്ലേ വിളിക്കുന്നത്, അപ്പോൾ ഒരുപാട് നേരം അതിലിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട്, എന്നാൽ മോളെ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അലീനയ്ക്കും രവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമാവാം കേട്ടോ. രവതിക്കുട്ടിയാണെങ്കിൽ അലീനയാണെന്നുള്ള ഒരു ധാരണയിൽ ആ ഫോണിലൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. പിന്നീട് രവതിക്കുട്ടിയും ഗ്രേസമ്മയ്ക്ക് ഫോൺ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുത്തോന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, അത് ശരി, ഒന്നും പറയാതെ മനസ്സിൽ വെച്ചേക്കാണല്ലേ പിന്നെ പറയാനായിട്ട്. അങ്ങനെയൊന്നുമില്ല കൊച്ചമ്മ എന്ന് പറയട്ടോ രവതിക്കുട്ടി. അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും എങ്ങനെയാണോ അതുപോലെയാണ് കാണുന്നതെന്ന് പറയാട്ടോ. ആണോ, അങ്ങനെയാണോ നീ കാണുന്നത്? എന്നാൽ ഇനി മേലിൽ ഈ കൊച്ചമ്മ നിർത്തിക്കോ, ഇനി മേലെ വിളിച്ചു പോവരുത്, കൊച്ചമ്മ എന്ന് വിളിക്കരുത്, എന്നെ ആൻറ്റി എന്നും സാറിന് മാമച്ചാനെ അങ്കിൾ എന്നും വിളിച്ചാൽ മതി, നിൻ്റെ ചേച്ചിയുടെ കൊച്ചമ്മ വിളി ഞാൻ നിർത്തിച്ചിട്ടുണ്ട് എന്ന് പറയണം, ഇനി മേലിൽ വിളിച്ചു പോവരുത് എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ ഒരു ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കൂടുകയാണ് രവതിക്കുട്ടിക്ക്. പിന്നീട് കാണിക്കുന്നത് ഹരിയും ഒരു പെൺകുട്ടിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന കേട്ടോ. അവരിങ്ങനെ ഇരുന്ന് കോഫിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. നീ എന്തേ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഹരി. എനിക്ക് ആകെ പേടിയാവുന്നു ഹരി, ഇവിടെ തന്നെ വരണമായിരുന്നു, ആരെങ്കിലും അറിയുന്നവർ കണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ പേടിക്കുക കേട്ടോ. ആര് കാണാനാണ്, ആരും കാണില്ല, ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറയണം. ഹരിക്ക് അതൊക്കെ പറയാം, എൻ്റെ പേടി എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാട്ടോ. കോളേജിൽ കണ്ടതൊന്നും പോരെ, പിന്നെയാണോ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, കോളേജിലെ വായ്നോക്കികളൊക്കെ കൂടി എന്നെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതെന്താ ഹരി, അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ് പിന്നെ എന്ന് പറയാട്ടോ. അതെന്താ ഹരി വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടി. ഞാൻ ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിച്ചു. എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചോ ഒന്ന് പറ ഹരി എന്ന് പറയുമ്പോൾ, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ മനസ്സിൽ കയറാൻ ഭാഗ്യം ലഭിച്ചത് എനിക്കല്ലേ, അതുകൊണ്ട് അവർക്കൊക്കെ എന്നോട് അസൂയാന്ന് പറയട്ടോ. ഒന്ന് പോ ഹരി, അല്ലെങ്കിലും മുഖസ്തുതി പറയാൻ ഹരിയെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് പറയട്ടോ. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ചെമ്പെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ അന്നേ പറയത്തുള്ളൂ
എൻ്റെ സ്നേഹമൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹരി ഭയങ്കരമായിട്ട് അഭിനയിക്കുക കേട്ടോ. നിനക്ക് അതൊക്കെ പറയാം. അപ്പോൾ വീണ്ടും നോക്കുന്നുണ്ട് കേട്ടോ ആ കൊച്ച് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോയെന്ന്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പേടിക്കാതെ, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങളൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ. കൈതക്കൽ മാളിക വീട്ടിലെ കൊച്ചിനെ ഒരു എന്താ പറയുക കോളനിയിൽ നിന്ന് ഉള്ള ഞാൻ പ്രേമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളനിയിലെ പെണ്ണ് നിൻ്റെ കൂടെയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്നെ പാടില്ലാത്തതാണ്. എന്നാലും നിന്നോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ കൂടെ വരുന്നത് എന്നൊക്കെ പറയാട്ടോ. അതൊന്നും നീ കാര്യമാക്കണ്ട. അപ്പോൾ അവ കൊച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ പറയാം, നിങ്ങളൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരാണ്, ഞങ്ങൾ കോളനിയിൽ താമസിക്കുന്നവരല്ലേ, അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തടിയൂരി അങ്ങോട്ട് പോകും എന്ന് പറയട്ടോ. എന്നാൽ നമുക്ക് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചാലോ, അപ്പോൾ നിൻ്റെ ടെൻഷനൊക്കെ മാറി നീ ഒന്ന് കൂളാവും, തണുക്കുമെന്ന് പറയുമ്പോൾ എനിക്കിനി വേണ്ടാന്ന് പറയട്ടോ. എന്നാൽ അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് റൊമാൻസ് ആവാമെന്ന് പറഞ്ഞിട്ട് ഹരി മെല്ലെ പെങ്കൊച്ചിൻ്റെ കയ്യിൽ പിടിക്കുക കേട്ടോ. ഈയുടെ റൊമാൻസ് എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് കൈ പിൻവലിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണേ. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ അവരെ നോക്കിക്കൊണ്ട് കളിയാക്കുന്ന പോലെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് ഭയങ്കര പേടി ഒക്കെ തോന്നണം. നോക്കി അയാൾ നമ്മളെ കളിയാക്കി പോകുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള ലവേഴ്സായിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. അയാൾ വെറും തന്തവൈബ് വായി നോക്കിയാണ്, അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയട്ടോ. എന്നാലും ഇത്രയൊക്കെ ദൂരെ ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യാനായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തോരം പേര് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നു, ടൂറൊക്കെ പോകുന്നു എന്നൊക്കെ പറയട്ടോ. എന്നാൽ നമുക്കൊന്ന് ടൂറ് പോയാലോ എന്ന് ചോദിക്കുക. നമുക്കൊരു യാത്ര പോയാലോ, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് എന്നൊക്കെ ചോദിക്കട്ടോ. ഇലവീഴ പൂഞ്ചിറയിൽ പോകാം, അവിടെ ആകുമ്പോൾ മുകളിൽ കയറി നിന്ന് ഈ ലോകം മുഴുവനും കാണാം എന്നൊക്കെ പറയട്ടോ ഹരി. അയ്യടെ മോനെ, അങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയണം ആ പെങ്കൊച്ച്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ മോശമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ, നിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് ഭയങ്കര പാവത്താനായിട്ട് അഭിനയിക്കുക കേട്ടോ. ഞാൻ ഇന്നേ വരെ നിൻ്റെ അനുവാദം കൂടാതെ നിൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള എന്നെ നീ സംശയിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാവത്താനായിട്ട് നിൽക്കുമ്പോൾ ആ പെങ്കുച്ചിന് ഭയങ്കര പാവം തോന്നുകയാണ്. അയ്യോ സോറി ഹരി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് സോറി പറയണം. ശരി വാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ കൂട്ടി അങ്ങനെ നടക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കമല വൈജയന്തിയെ ഫോൺ ചെയ്യുന്ന കേട്ടോ. ഹലോ വൈജയ്, നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വീട്ടിലുണ്ട് ചേച്ചി, എന്താ വിശേഷം എന്ന് ചോദിക്കുക കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇവിടെ എന്തൊട്ട് വിശേഷം, ശിവേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു, എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു, അമ്മയുടെയും നിൻ്റെയും പിള്ളേരുടെയും ഒക്കെ വിവരങ്ങൾ അന്വേഷിച്ചു എന്ന് പറയാട്ടോ. അല്ലാതെ ശിവേട്ടനെ എന്താ പറയേണ്ടത്, ശിവേട്ടൻ്റെ സുഖമാണോ ചോദിക്കട്ടെ വൈജയന്തി. ശിവേട്ടൻ്റെ സുഖമല്ലാണ്ട് പിന്നെ അവിടെ എന്തുട്ടാ, ജോലി ചെയ്യുക, ശമ്പളം വാങ്ങിക്കുക, അത്ര മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ എന്ന് പറയട്ടോ. ഇവിടെ അതേ ബാലചന്ദ്രനും അങ്ങനെ തന്നെയാണ്. രാവിലെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ അവിടെ ആ ജ്വല്ലറിയിലിരിക്കും, അത് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് പോയിരിക്കും, അത് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പിലിരിക്കും, എന്നിട്ട് പാതിരാക്ക് കയറി വരും. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നീയും അങ്ങനെ തന്നെയാണല്ലോ, നീ 4 മണി വരെ ജോലിയിലിരിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മൊബൈൽ കാണുമോ TV കാണുമോ ഒക്കെ ചെയ്യും എന്ന് പറയട്ടോ കമല വൈജയോട്. പിന്നെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അതിന് അവളുണ്ടല്ലോ അലീന, അവളല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാലും മനു വന്നിട്ട് പറയുന്നത് കേട്ടു, അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് അലീനയാണ്, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് അലീനയാണെന്ന് പറയുന്നത് കേട്ടു എന്ന് പറയാണ് കമല. അത് മനു പറഞ്ഞത് ശരിയാണ്, എന്ത് പണി പറഞ്ഞാലും ചെയ്തോളും, ഒരു മടിയുമില്ല, എല്ലാം നല്ല വൃത്തിയും വെടിപ്പിലും ചെയ്തോളും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും, മക്കളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോളും, എല്ലാം അവൾ തന്നെയാണ് നോക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, അവൾ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടെ. ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം കൊടുക്കുക കേട്ടോ കമലയ്ക്ക്. അല്ല ഒരു പ്രശ്നവുമില്ല, അവളെ കൊണ്ട് നല്ല അടക്കവും ഒതുക്കത്തിലൊക്കെ തന്നെയാണ് നിൽക്കുന്നതെന്നും കൂടി പറയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് കുശാലായല്ലോ, എനിക്കൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറയട്ടോ കമല. ഞാൻ അതുകൊണ്ടല്ലേ അവളെ വിടാതെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈയിടെയായിട്ട് ഒരു അബദ്ധം പറ്റിയെന്ന് കേട്ടല്ലോ വൈജയ്, ഒരു മോതിരത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞ് ചോദിക്കുക കേട്ടോ കമല. നീ അലീനെ വെറുതെ സംശയിച്ചില്ലേന്ന് ചോദിക്കുകയാണ് കമല. അതിൻ്റെ സംശയം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയാട്ടോ വൈജയന്തി. അതെന്താ, ആ മോതിരം കിട്ടിയത് നിൻ്റെ പേഴ്സിൽ നിന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കമല. എനിക്ക് നല്ല സംശയമുണ്ട്, ആ മോതിരം അവൾ എടുത്തിട്ട് എൻ്റെ പേഴ്സിൽ കൊണ്ടുപോയി വെച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണ്, എന്നെങ്കിലും എൻ്റെ കയ്യിലൊരു തെളിവ് കിട്ടും എന്ന് പറയാട്ടോ വൈജയന്തി. ഇപ്പോഴും അലീനയെ സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ. അപ്പോൾ നിൻ്റെ അമ്മയുമായിട്ട് അവൾ നല്ല കൂട്ടാണല്ലോ, അമ്മയാണ് അവളുടെ ഹെൽമെറ്റ്
എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ വൈജേ. സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്കൊന്നൊക്കെ ഇറങ്ങുക എന്ന് പറയാട്ടോ. സമയമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയണ വൈജ. എന്നാൽ ശരി വെച്ചോ എന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വെക്കുകയാണ്. എന്നിട്ടൊരു ചിരിക്കുന്നുണ്ട് കേട്ടോ കമല. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ. ബാങ്കിൽ ഒരു ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാർ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഹലോ ജയ മാഡം എന്ന് വിളിച്ചോണ്ട് സാർ വരൂ എന്ന് പറയാട്ടോ. എന്താ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറയാട്ടോ. അപ്പോൾ എന്താണ് ഒരു ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി കേട്ടോ. അതൊരു പുതുമയല്ലല്ലോ, എല്ലാ ദിവസവും പ്രശ്നങ്ങളല്ലേ എന്ന് പറയാണ് ആ സാറ്. ഇന്നെന്തായിരുന്നു വൈഫായിട്ടുള്ള പ്രശ്നം എന്ന് ചോദിക്കാട്ടോ വൈജയന്തി. എന്ത് പ്രശ്നം? ആ ദൈവം ഒരു വല്ലാത്തൊരാളാണ്. മൂപ്പര് നോക്കുമ്പോഴേ ആ ഒരു പെങ്കൊച്ച്, ഒരു പ്രശ്നം ഉള്ളൊരു പെങ്കൊച്ച്, ആരോടും ചേരാത്തൊരു പെങ്കൊച്ച് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നു, ആർക്കും ചേരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ഒരു മൂലയിൽ ഒരു മര്യാദക്കാരനായ ഞാൻ നിൽക്കുന്നു. അപ്പം എന്നാൽ എൻ്റെ കൂടെ വിട്ടേക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളെ ചേർത്ത് വെച്ചതാണ്. ഒരിക്കലും ചേരാത്ത 2 പേര്. ഞാനൊരു മര്യാദക്കാരനായതുകൊണ്ട് എനിക്കിട്ട് പണി തന്നതാണ്. ഞാനാണെങ്കിലോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജയാമേടത്തെ പോലെയുള്ള ഹംബിൾ ആൻഡ് നോബിളായിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയട്ടോ. ഞാൻ അത്ര പാവമൊന്നുമല്ല, ഞാൻ അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയട്ടോ, വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എന്ന് പറയണം വൈജയന്തി. ആര് പറഞ്ഞു? എന്നും കാണുന്നവർക്കല്ലേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ജയമേട സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സോപ്പിങ്ങും ഒലിപ്പീരും ആട്ടോ അയാൾ വന്നിട്ട്. സേതു സാർ ഇങ്ങനെ എന്നെ പൊക്കി പറയണ്ടെന്നൊക്കെ പറയാണ് വൈജയന്തി. അപ്പോൾ അവിടുത്തെ ഒരു ഓഫീസറാണ് സേതു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം മുൻപ് നമ്മുടെ കുഞ്ഞുമോൾ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സാറി ഇടയ്ക്ക് കാണാൻ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അയാളിങ്ങനെ ഓരോന്ന് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ വൈജയന്തി. അപ്പോൾ അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ അതിലിങ്ങനെ ലയിച്ചിരിക്കുന്നത് പോലത്തെ ഒരു ഇരിപ്പാണ് ഇരിക്കുന്നത് കേട്ടോ. ആ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. അപ്പം അങ്ങനെ ഇവർ 2 പേരും സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.